ശ്യാമ സദാനന്ദൻ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ശ്യാമ, വെരി ഗുഡ് മോർണിംഗ് ശ്യാമ. അങ്ങനെ 47ാമത്തെ അമേരിക്കൻ പ്രസിഡന്റായി ട്രംപ് വരികയാണ്. ട്രംപിന് ഇത് 2ാം ഊഴമാണ്. സാധാരണ രീതിയിൽ സത്യപ്രതിജ്ഞ നടക്കുന്നത് ക്യാപിറ്റോൾ മന്ദിരത്തിന് തൊട്ട് പുറത്തു വെച്ചാണ്. പക്ഷേ വലിയ ശീതക്കാറ്റും തണുപ്പുമാണ് ഇപ്പോൾ അമേരിക്കയിൽ. അതുകൊണ്ട് ക്യാപിറ്റോൾ ഹാളിൻ്റെ ഉൾവശത്ത് റോട്ടുള്ള ഹാളിൽ വെച്ചാണ് ഇന്നലെ സത്യപ്രതിജ്ഞാ ചടങ്ങുകളൊക്കെ നടന്നത്. ആ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റയുടൻ തന്നെ അമേരിക്കയെ ഒരു ഗംഭീര രാജ്യമാക്കി മാറ്റും, സുവർണ കാലഘട്ടം ആരംഭിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞതാണ് ഡൊണാൾഡ് ട്രംപ് തുടങ്ങിയത്. 78ഓളം ജോ ബൈഡൻ്റെ ഉത്തരവുകളാണ് റദ്ദാക്കിയത്. വലിയ മാറ്റങ്ങളാണ് കൊണ്ടുവരാൻ പോകുന്നത്. അതിൽ പലതും ആശങ്കയുണ്ടാക്കുകയും ചെയ്യുന്നുണ്ട് അല്ലേ ശ്യാമ സദാനന്ദൻ? ഗുഡ് മോർണിംഗ് അരുൺ. അങ്ങനെ തന്നെയാണ്. അതായത് ജോ ബൈഡൻ ചെയ്ത കാര്യങ്ങളെല്ലാം വീണ്ടും 2021ലേക്ക് ട്രംപ് ഇറങ്ങിപ്പോകുമ്പോൾ എങ്ങനെയാണോ ആ അവസ്ഥയിലേക്ക് എത്തിക്കുക എന്നുള്ള തരത്തിലാണ് ട്രംപിൻ്റെ നീക്കം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. കാരണം ബൈഡൻ ചെയ്ത പലതും മാറ്റിമറിക്കുന്ന ഉത്തരവുകളാണ് ആദ്യ ദിവസം തന്നെ ഓവൽ ഹൗസിലെത്തിയ ട്രംപ് ചെയ്യുന്നത്. അതായത് പാരീസ് ഉടമ്പടിയിൽ നിന്ന് പിന്മാറുന്നതിനടക്കമുള്ള ഉത്തരവുകളിൽ ട്രംപ് ഒപ്പുവെച്ചു. മറ്റൊരെണ്ണം പ്രധാനമായിട്ടുള്ളത് ബൈഡൻ അവസാന നാളുകളിൽ ഒപ്പുവെച്ച ഉത്തരവാണ് ക്യൂബയെ ഭീകരവാദ പട്ടികയിൽ നിന്നും ഒഴിവാക്കുന്ന ഒരു ഉത്തരവ്. അതായത് അത് ട്രംപ് 2021 ഭരണം ഒഴിയുന്നതിന് തൊട്ട് മുമ്പായിട്ടാണ് ക്യൂബയെ തീവ്രവാദ പട്ടികയിലുള്ള രാജ്യത്തിലേക്ക് ഉൾപ്പെടുത്തിയത്. അത് ബൈഡൻ റദ്ദാക്കിയിരുന്നു. അത് ട്രംപ് റദ്ദാക്കി. അതുപോലെ തന്നെ ജന്മാവകാശ പൗരത്വം ഇതൊക്കെ ട്രംപിൻ്റെ തെരഞ്ഞെടുപ്പ് കാലത്തെ പ്രഖ്യാപനങ്ങൾ കൂടിയാണ്. അതായത് പറഞ്ഞതെല്ലാം പ്രാവർത്തികമാക്കുകയാണ് ട്രംപ്. ഇതിനകം 78 എക്സിക്യൂട്ടീവ് ഉത്തരവുകളിലാണ് ട്രംപ് ഉത്തരവ് വെച്ചത്. ഈ ജന്മാവകാശ പൗരത്വം എന്ന് പറഞ്ഞാൽ അമേരിക്കയിലുള്ള കുടിയേറ്റക്കാരുടെ കുട്ടികൾക്ക്, അമേരിക്കയിൽ വെച്ച് ജനിക്കുന്ന കുട്ടികൾക്ക് സ്വാഭാവികമായി പൗരത്വം ലഭിക്കുന്ന ഒരു പ്രക്രിയയാണ്. അത് റദ്ദാക്കുന്ന ഒരു ഉത്തരവിൽ ഒപ്പുവെച്ചു. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം ഉത്തരവെന്ന് പറയുന്നത് ക്യാപിറ്റൽ ഹിൽ ആക്രമണം. നമുക്കറിയാം 2021 തോൽവി അംഗീകരിക്കാതെ അനുയായികളെ ക്യാപിറ്റൽ ഹില്ലിലേക്ക് ഇളക്കിവിട്ട് അവിടെ ആക്രമണം നടത്തുകയും അന്ന് ജനാധിപത്യം ആക്രമിക്കപ്പെട്ടു എന്നാണ് അന്ന് ന്യൂയോർക്ക് പത്രങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തത്. അന്ന് ആ ആക്രമണത്തിൽ അറസ്റ്റിലായ 1500 പേർക്കുള്ള 6 ശിക്ഷകൾ റദ്ദാക്കിയിരിക്കുന്നു. അവരെ ഉടൻ തന്നെ ജയിൽ മോചിപ്പിക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഇതാണ് ട്രംപ് ഒപ്പുവെച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവെന്ന് പറയാം. അതുപോലെ തന്നെ ഡോജിനെ, കാര്യക്ഷമതാ വകുപ്പിനെ ഔദ്യോഗികമാക്കിക്കൊണ്ടുള്ള ഉത്തരവിൽ ഒപ്പുവെച്ചിട്ടുണ്ട്. ഇലോൺ മസ്കിന് വൈറ്റ് ഹൗസിൽ തന്നെ ആയിരിക്കും ഓഫീസ് എന്ന് അറിയാൻ സാധിക്കുന്നു. 20ഓളം എംപ്ലോയികൾ ഉണ്ടാകും. ഈ ഉത്തരവിൽ ഒപ്പുവെച്ചിരിക്കുന്നു. പിന്നെ തെക്കൻ മെക്സിക്കൻ അതിർത്തിയിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്ന ഉത്തരവ് ഒപ്പുവെച്ചിരിക്കുന്നു. അതായത് എല്ലാ കാര്യങ്ങളും നടപ്പാക്കുക എന്നുള്ള ഒരു കാര്യം തന്നെയാണ് ട്രംപ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ചൈനയുടെ താരിഫുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ വിശദാംശങ്ങൾ ട്രംപ് ആവശ്യപ്പെട്ടിരിക്കുന്നു എന്ന് ഗാർഡിയൻ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതായത് 10% ഇറക്കുമതി തീരുവ, അത് 60% ട്രംപ് വിജയിച്ചതിന് ശേഷം പ്രഖ്യാപിച്ചിരുന്നു. ആ ഒരു കാര്യത്തിൽ വിശദാംശങ്ങൾ ട്രംപ് ആവശ്യപ്പെട്ടിരിക്കുന്നു എന്നറിയാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഗ്രീൻലാൻഡിനെ അമേരിക്കയോട് കൂടി ചേർക്കുക എന്നൊരു പദ്ധതി ട്രംപിനുണ്ട്. അതായത് ഗ്രീൻലാൻഡ് ഡെൻമാർക്കിനൊപ്പം സന്തോഷകരമല്ല, അവർ അമേരിക്കയോട് ചേരുകയാണെങ്കിലാണ് ഗ്രീൻലാൻഡിലർ സന്തോഷകരാവുക എന്നൊരു കാര്യമാണ് ട്രംപ് പറയുന്നത്. ഇതിനുള്ള ഉത്തരവ്, ഇതിന് എന്ത് നടപടിയാണ് ട്രംപ് എടുക്കാൻ പോവുക എന്നറിയാം. അതുപോലെ ടിക്ടോക്കിനെ ഒന്നെങ്കിൽ ഒരു ഡീലുമായിട്ടുള്ള ഒരു ഉത്തരവ് ഒപ്പുവെച്ചിട്ടുണ്ട്. അതായത് ടിക്ടോക്ക് ഒന്നെങ്കിൽ വിറ്റുപോവുക അല്ലെങ്കിൽ പ്രവർത്തനം നിർത്തുക എന്ന തരത്തിലാണ് അത് വരുന്നത്. മറ്റൊരു കാര്യം, ഓവൽ ഹൗസിലെത്തിയ ട്രംപ് മാർക്കോ റൂബിയോയെ സെനറ്റ് ആഭ്യന്തര സെക്രട്ടറിയായി തെരഞ്ഞെടുത്തിരിക്കുന്നു. ട്രംപിൻ്റെ സെക്രട്ടറിമാരിൽ ഒരു 20ഓളം സെക്രട്ടറിമാരിൽ ഇപ്പോൾ ഏറ്റവും ആദ്യം കൺഫർമേഷൻ കിട്ടുന്ന ആളായിട്ട് മാർക്കോ റൂബിയോ മാറിയിട്ടുണ്ട്. എന്തായാലും അമേരിക്കയെ മഹത്തരമാക്കുക, മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗെയിൻ എന്നതാണ് ട്രംപിൻ്റെ ഒരു തെരഞ്ഞെടുപ്പ് കാലം മുതലുള്ള ഒരു ആപ്തവാക്യം. അത് വീണ്ടും നടപ്പാക്കുക എന്ന തരത്തിലുള്ള ഉത്തരവുകളാണ് ട്രംപ് നടപ്പാക്കുന്നത്. എപ്പോഴും അമേരിക്കയെ ഒന്നാമതായി നിർത്തിക്കൊണ്ടുള്ള ഒരു നയമാണ് ട്രംപിനുള്ളത്. അതിലേറ്റവും നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ട്രാൻസ്ജെൻഡറുകൾക്കെതിരായ ഉത്തരവൊക്കെ ആശങ്കപ്പെടുത്തുന്നതാണ്. അതുപോലെ തന്നെ മെക്സിക്കൻ അതിർത്തിയിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിരിക്കുന്നു. എത്രത്തോളം ആളുകൾ ഇനി പുറത്തേക്ക് പോകേണ്ടി വരും, അതായത് ട്രംപ് അധികാരം ഏൽക്കുന്നതിന് മുമ്പ് തന്നെ നിയമവകുപ്പ് 15 ലക്ഷത്തോളം അനധികൃത കുടിയേറ്റക്കാരുടെ പട്ടിക തയ്യാറാക്കിയിരുന്നു. ഇവരുടെ ഭാവിയൊക്കെ ഇനി എന്താവുമെന്ന് വരും മണിക്കൂറുകളിൽ അറിയാൻ സാധിക്കും. ശരിയാണ് ശ്യാമ. പ്രത്യേകിച്ച് ഇന്ത്യയിൽ നിന്നൊക്കെ കുടിയേറി പോകുന്ന മനുഷ്യരുണ്ട്. അവരവിടെ തൊഴിൽ സംബന്ധമായ കാര്യങ്ങൾക്ക് വേണ്ടി പോകുന്ന മനുഷ്യരുണ്ട്, പഠിക്കാൻ പോകുന്നവരുണ്ട്. അവരിൽ പലരും അവിടെ സ്വാഭാവിക പൗരത്വത്തിലേക്കൊക്കെ പോകുന്നത് ഇനിയിപ്പോൾ വലിയ ബുദ്ധിമുട്ടായി തീരും എന്നാണ് ഇപ്പോൾ മനസ്സിലാകുന്നത്. അവർക്ക് സ്വാഭാവിക
അമേരിക്കയിലേക്ക് പൗരത്വം നൽകുന്നതിന് എതിരെയാണ് ട്രംപ് ഇപ്പോൾ നിലപാടെടുത്തിരിക്കുന്നത്. മാത്രമല്ല ഈ മെക്സിക്കോയുടെ ഭാഗത്തുകൂടിയുള്ള നുഴഞ്ഞുകയറ്റം തടയുന്നതിന് വേണ്ടി കൂടുതൽ സൈന്യത്തെ അയച്ച് അവിടെ അടിയന്തരാവസ്ഥ തന്നെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു ട്രംപ് എന്നുള്ളതാണ്. അതിൽ ഏറ്റവും കൂടുതൽ ആശങ്കപ്പെടുത്തുന്ന ലൈംഗിക ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടിയുള്ള സമരം ചെയ്യുന്ന ആളുകളും സന്നദ്ധ സംഘടനകളും ആശങ്ക അറിയിച്ചിട്ടുണ്ട്. ആണും പെണ്ണും എന്ന് പറയുന്ന രണ്ട് വർഗം മാത്രം മതി എന്നുള്ളത് അമേരിക്ക പൊതുവായിട്ട് സ്വീകരിച്ചിരുന്ന വിമോചന സങ്കല്പത്തിനെതിരാണ് എന്നാണ് പറയപ്പെടുന്നത്. പക്ഷേ ഡൊണാൾഡ് ട്രംപിൻ്റെ ഒരു പോളിസി ആയിട്ടാണ് അത് കണക്കാക്കപ്പെടുന്നത്. അങ്ങനെ വന്നാൽ ലൈംഗിക ന്യൂനപക്ഷങ്ങൾക്കുള്ള നിയമപരമായിട്ടുള്ള അംഗീകാരങ്ങളൊക്കെ നഷ്ടപ്പെടുമോ എന്നൊരു ആശങ്കയും ഇപ്പോഴുണ്ട്. അതൊരു പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ കുടിയേറ്റക്കാർക്കെതിരായിട്ട് ശക്തമായ നിയമം കൊണ്ടുവരുന്നു, അമേരിക്കയെ ഒരു പ്രധാനപ്പെട്ട രാജ്യമാക്കി മാറ്റാൻ പോകുന്നു എന്നുള്ള പ്രസ്താവനയോടൊപ്പം തന്നെ ലൈംഗിക ന്യൂനപക്ഷങ്ങൾക്കുള്ള അവകാശങ്ങൾ റദ്ദ് ചെയ്യും എന്നുള്ളൊരു ഭയമുണ്ട്. സ്വാഭാവികമായ ഈ പൗരത്വത്തിലേക്കുള്ള മാറ്റം അതിനി ബുദ്ധിമുട്ടായി തീരും. പ്രത്യേകിച്ച് ഇന്ത്യയിൽ നിന്നടക്കം അമേരിക്കയിലേക്ക് പോയി പൗരനാവാൻ ആഗ്രഹിക്കുന്നവർക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും എന്നർത്ഥം. എന്തായാലും ട്രംപിൻ്റെ ഒരു പുതിയ കാലമാണ്. അമേരിക്കയും ലോകവുമെല്ലാം സുഖമായിരിക്കട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ശിവശങ്കരൻ ട്രംപ് റെഷീംസ് സ്റ്റാർട്ട്സ് എന്ന് പറയുന്നു. ഉബൈദുള്ള ഗ്രീഷ്മയുടെ വധശിക്ഷ സ്വാഗതം ചെയ്യുമ്പോഴും സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരെയുള്ള അതിക്രമങ്ങളിൽ പോലീസും പബ്ലിക് പ്രോസിക്യൂട്ടറും കൃത്യമായ റിപ്പോർട്ട് കോടതിയിൽ ഹാജരാക്കാറുണ്ടോ എന്നൊരു ചോദ്യമുണ്ട്. അതിലൊക്കെ വലിയ രീതിയിലുള്ള താല്പര്യങ്ങളുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്.